എങ്ങനെയാണ് ഇപ്പം നമ്മൾ കാണുന്ന ഫുട്ബോൾ കണ്ടുപിടിക്കപ്പെട്ടത്? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനലാണ്. ചൈനയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സെഞ്ച്വറിയിലാണ് ഫുട്ബോളിൻ്റെ ആദ്യ രൂപം കാണുന്നത്. സുജു അല്ലെങ്കിൽ സൂസോ എന്നാണ് ചൈനീസ് ഭാഷയിൽ ഈ ഒരു ഗെയിമിനെ പറഞ്ഞിരുന്നത്. ചെറിയൊരു നെറ്റ് ഉണ്ടാവും. ആ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു ലെതർ ബോൾ അടിച്ചു കയറ്റുക. ഇതായിരുന്നു ഫുട്ബോളിൻ്റെ ആദ്യത്തെ രൂപം. പിന്നീട് ഗ്രീസിലും റോമിലാണ് മറ്റൊരു രൂപം കണ്ടത്. എബിസ്കൈറോസ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതായത് ഒരു ബോൾ ഉണ്ടാവും, അതിങ്ങനെ തട്ടി കളിക്കുക. കയ്യും ഫൗളും ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒക്കെ ഉപയോഗിച്ച് ഒരു മാരകമായിട്ടുള്ള ഒരു ഫൗൾ കളിയായിരുന്നു ഫുട്ബോളിൻ്റെ രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് മെസോമോറൈക്ക. അതായത് അമേരിക്കയിലെ ആളുകൾ ഒരു ബോൾ വെച്ച് ഇങ്ങനെ കളിക്കും, അതായത് ജസ്റ്റ് ഇങ്ങനെ തട്ടി കളിക്കുക. അതായിരുന്നു ഫുട്ബോളിൻ്റെ മൂന്നാമത്തെ ഒരു രൂപം. അങ്ങനെ സൗത്ത് അമേരിക്കയിലെ ചരിത്രത്തിനു ശേഷം ഫുട്ബോൾ അങ്ങനെ യൂറോപ്പിലേക്ക് പടർന്നു. ഫുട്ബോളിൻ്റെ മറ്റൊരു രൂപം യൂറോപ്പിലാണ് പിന്നീട് കാണാൻ സാധിച്ചത്. അതായത് ചെറിയൊരു ബോൾ ഉണ്ടാവും, അത് വെച്ച് കണ്ട് 100ഓളം ആളുകൾ ഇങ്ങനെ തട്ടി കളിക്കുക. പക്ഷേ ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറേ ഫൗളും ആൾക്കാർക്ക് ഇഞ്ചുറിയും ചവിട്ടും ഇതൊക്കെ കൊണ്ടിട്ട് അവിടുത്തെ രാജാവായ ഹെൻറി IV യൂറോപ്പിലെ ഫുട്ബോളിൻ്റെ ആ ഒരു രൂപം നിരോധിച്ചു. ഇപ്പോൾ കാണുന്ന മോഡേൺ ഫുട്ബോളിലേക്ക് ഏറ്റവും വലിയ വഴിവെച്ചത് ബ്രിട്ടീഷുകാരാന്ന് തന്നെ പറയാം. 1800 ബ്രിട്ടീഷിലെ സ്കൂളുകളിലൊക്കെ റഗ്ബി എന്ന് പറയുന്ന ഒരു ഗെയിം വന്നു. അതായത് കൈകൊണ്ട് മാത്രം കളിക്കുന്ന ഒരു ഗെയിമായിരുന്നു അത്, കാലൊന്നും യൂസ് ചെയ്യാതെ. പിന്നീട് 1863 ഫുട്ബോൾ അസോസിയേഷൻ കുറച്ച് നിയമങ്ങളൊക്കെ കൊടുന്നു. അതായത് ചെറിയ ചെറിയ നിയമങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ചെറിയ വലിയ നിയമങ്ങളാക്കിയിട്ട് മാറ്റി. അതനുസരിച്ച് ഒരു ഗോൾ കീപ്പർ അല്ലാത്ത ആൾക്കാർക്കൊന്നും കൈ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ചെറിയ ഫുട്ബോൾ ഫീൽഡൊക്കെ വന്നു. അതേപോലെ തന്നെ കൈ ഉപയോഗിച്ചതും ഫൗളുകളൊക്കെ അങ്ങനെ നിരോധിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന മോഡേൺ ഫുട്ബോളിലേക്ക് വഴിവെക്കുന്ന വലിയൊരു വിപ്ലവം സൃഷ്ടിക്കപ്പെട്ടത്. പിന്നീട് ഫിഫ രൂപീകരിക്കപ്പെട്ടു. ഫുട്ബോൾ വന്നു, ഫുട്ബോൾ ടീംസുകൾ വന്നു, വേൾഡ് കപ്പ് വന്നു, ഫുട്ബോൾ പ്ലേയേഴ്സ് മെസ്സി, റൊണാൾഡോ, നെയ്മർ. ഇന്ന് കാണുന്ന ഫുട്ബോളൊക്കെ ഉരുത്തിരിച്ചു വന്നത് ഈ ഒരു ചരിത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.